ഹലോ ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിന് ഒരുപാട് ഉപകാരപ്പെടുന്ന വീഡിയോ. ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു മാസം ആകുന്നേ ഉള്ളൂ. പക്ഷേ എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സിനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് ഒരു വീഡിയോയിൽ തന്നെ 1000-ലധികം സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി. ഞാനും ഒരു തുടക്കക്കാരിയായിട്ടുള്ള യൂട്യൂബറാണ്. ഈ തുടക്കക്കാർക്ക് ഏറ്റവും വലിയൊരു ടാസ്ക്കാണ് 1000 സബ്സ്ക്രൈബേഴ്സ്, 4000 വാച്ച് അവർ, 10 മില്യൺ വ്യൂസ് എന്നുള്ളത്. ഇതിൽ നമ്മൾ ആദ്യം തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക 1000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളതിലാവും. ഞാനും ആദ്യം തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് 1000 സബ്സ്ക്രൈബേഴ്സാണ്. എനിക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ 1000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതെങ്ങനെയാണ് പറ്റിയിട്ടുള്ളത് എന്നുള്ളത് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബേഴ്സിന് കൂട്ടുന്നതിന് വേണ്ടി നമുക്ക് ആദ്യം തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഷോർട്സിലൂടെയാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ വേണ്ടി സാധിക്കുന്നത്. ഷോർട്സ് നമ്മൾ റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്യുക. ഡെയിലി ഒരു ഷോർട്സെങ്കിലും നമ്മൾ എന്തായാലും അപ്ലോഡ് ചെയ്യുക. മാക്സിമം 3 വീഡിയോസാണ് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. അതായത് നമുക്ക് 3 വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ആയിരിക്കും യൂട്യൂബിൻ്റെ അൽഗോരിതം അനുസരിച്ച് നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് അല്ലെങ്കിൽ നമ്മളെ വ്യൂവേഴ്സിന് കൊടുക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ 3 വീഡിയോ നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് വ്യൂസ് കുറവായിരിക്കാം. അപ്പോൾ നമുക്കൊരു ചടപ്പൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം. എന്നാലും നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്ത് നിർത്താതിരിക്കുക. ഡെയിലി ഒരു ഷോർട്സ് എങ്കിലും എന്തായാലും അപ്ലോഡ് ചെയ്യുക. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ലക്കി ടൈം എപ്പോഴാണ് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരു ദിവസം ഒരു ടൈമിൽ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാതെ നമ്മൾ ടൈം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കണ്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴാണ് നമുക്ക് ലക്കി ടൈം എന്ന് അറിയില്ലല്ലോ. എപ്പോഴാണ് നമ്മളെ വ്യൂസ് പെട്ടെന്ന് കൂടുന്നതെന്നും നമുക്ക് അറിയാൻ പറ്റില്ല. ഞാൻ ഏകദേശം യൂട്യൂബ് തുടങ്ങിയിട്ട് ഒരു മാസം ആകുന്നേ ഉള്ളൂ. പക്ഷേ എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സിന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് ഒരു വീഡിയോയിൽ തന്നെ 1000-ലധികം സബ്സ്ക്രൈബേഴ്സ് കയറിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 700K എങ്ങാണ്ട് വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്കൊരു വീഡിയോയ്ക്ക് തന്നെ. എനിക്ക് എൻ്റെ ഷോർട്സിന് വ്യൂസ് കൂടിയിട്ടുള്ളത് ഞാൻ ടൈം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചേഞ്ച് ചെയ്ത് അപ്ലോഡ് ചെയ്തപ്പോഴായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ഒരു 700K ഒക്കെ വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിലാണ് എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സിനെയും കിട്ടിയിട്ടുണ്ടായിരുന്നത്. തുടക്കക്കാർക്ക് എന്നാലും ലോങ് വീഡിയോ ഇടുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്തായാലും ഷോർട്സ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരു ഷോർട്സ് എങ്കിലും മിനിമം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള തംബ്നെയിൽ കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഫാമിലി ഗ്രൂപ്പിലേക്കോ ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്കോ ഒക്കെ ഈ യൂട്യൂബിൻ്റെ ലിങ്ക് ഷെയർ ചെയ്തിട്ട് അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത്. അങ്ങനെ സബ്സ്ക്രൈബ് അവർ ചിലപ്പോൾ നമ്മളെ വിഷമിപ്പിക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ അവർ നമ്മളെ വീഡിയോസ് ഒന്നും കാണുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ യൂട്യൂബ് അത് അൺകൗണ്ടഡ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടാണ് കണക്കാക്കാൻ സാധ്യത. അതുകൊണ്ട് നമ്മൾ മാക്സിമം അങ്ങനെ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്തിട്ട് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയാതിരിക്കുക. നമുക്ക് ഓർഗാനിക് സബ്സ്ക്രൈബേഴ്സിന് ഉണ്ടാക്കാൻ ശ്രമിക്കുക. നമ്മളെ ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ട് തന്നെ നമുക്ക് ഓർഗാനിക് സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. യൂട്യൂബർ എന്ന നിലയിൽ ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ തുടക്കക്കാരായിട്ടുള്ള യൂട്യൂബേഴ്സിനെ തിരിച്ച് സപ്പോർട്ട് ചെയ്യാറുണ്ട്. അവരുടെ വീഡിയോസ് കണ്ടിട്ടും അവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടും ലൈക്ക് ചെയ്തിട്ടും കമൻറ്റ് ചെയ്തിട്ടും. ഇനി ആരെങ്കിലും എൻ്റെ വീഡിയോസ് കാണുന്നവർ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തന്നെ നമ്മൾ കമൻറ്റിലൂടെ അറിയിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ അവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടും വീഡിയോസ് കണ്ടിട്ടും സപ്പോർട്ട് ചെയ്യുന്നതാണ്. പുതുതായി ഈ വീഡിയോ കാണുന്നവർ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.